പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ദിവ്യകാരുണ്യ ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മൾ ഈ വിശുദ്ധ ധ്യാനത്തിൻ്റെ 4ാമത്തെ നാളിലോട്ട് കടക്കുകയാണ്. നമ്മൾ ഈ ധ്യാനം തുടങ്ങിയ സമയം മുതൽ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 7ാമത്തെ അധ്യായം അവസാനത്തെ ഖണ്ഡിക 31 മുതൽ 37 വരെയുള്ള വചനങ്ങളാണ് നമ്മുടെ ധ്യാന വിഷയമാക്കിക്കൊണ്ടിരുന്നത്. ബധിരനും മൂകനുമായ ചെറുപ്പക്കാരനെ സൗഖ്യപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ നടവഴികൾ. അതിലെ ആദ്യ ദിവസത്തിൽ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവന്നത് ജനക്കൂട്ടത്തിൽ നിന്ന് അവനെ മാറ്റി നിർത്തുന്ന ക്രിസ്തുവിൻ്റെ ക്രമീകരണമാണ്. 2ാം ദിവസത്തിൽ നമ്മൾ ധ്യാനിച്ചത് അവൻ്റെ ചെവികളിൽ വിരലുകളിട്ട് ദൈവത്തെ കേൾക്കുവാൻ അയാളെ തയ്യാറാക്കുന്ന ക്രിസ്തുവിൻ്റെ നടപടികളാണ്. 3ാം ദിവസം നമ്മൾ ചർച്ച ചെയ്തത് തുപ്പലുകൊണ്ട് നാവിൽ തൊടുന്ന ആ ഇൻറ്റിമസിയുടെ വ്യക്തിപരമായ ബന്ധത്തിൻ്റെ വിശദീകരണമാണ് കണ്ടത്. നമ്മൾ ഈ വചനത്തിൻ്റെ 34ാമത്തെ വാക്കിലേക്ക് വരുമ്പോൾ 35ാമത്തെ വാക്കിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പെട്ട ഈശോ യഫാത്ത എന്ന സൗഖ്യത്തിൻ്റെ മൊഴി പറയുകയാണ്. അവനെ തയ്യാറാക്കിയതിന് ശേഷമാണ് ഈശോ യഫാത്ത തുറക്കപ്പെടട്ടെ എന്ന സൗഖ്യത്തിൻ്റെ മൊഴി അവൻ്റെ ഹൃദയത്തിലേക്ക് വയ്ക്കുക. സൗഖ്യം സ്വീകരിക്കുവാൻ ഈ ചെറുപ്പക്കാരൻ എല്ലാ അർത്ഥത്തിലും ക്രമീകരിക്കപ്പെട്ട ഒരവസ്ഥയിൽ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. വചനത്തിൻ്റെ വാക്കുകളിൽ നമ്മൾ കാണുന്നു, ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു, നാവിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു, അവൻ സ്ഫുടമായി സംസാരിച്ചു. മർക്കോസിൻ്റെ സുവിശേഷം 7ാമത്തെ അധ്യായത്തിൻ്റെ 35ാമത്തെ വാക്യമാണിത്. വാക്കുകൾ ഒരിക്കൽ കൂടി, ചെവികൾ തുറന്നു, നാവിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു, അവൻ സ്ഫുടമായി സംസാരിച്ചു. പ്രിയരെ, ഇതാണ് സൗഖ്യമെന്ന് പറയുക. ചെവികൾ തുറന്നുവെന്ന് പറയുമ്പോൾ അയാളിൽ ഒരു തുറവി ഉണ്ടാവുകയാണ്. ഇനി അയാൾ ഏത് കർമ്മത്തിലേക്ക് പോകുമ്പോഴും അയാൾക്ക് ഈ തുറവി ആഘോഷിക്കാൻ പറ്റും. ദൈവത്തെ കേട്ടുപോകുന്നൊരു തുറവി. 2ാമത്, അയാളുടെ നാവിൻ്റെ കെട്ടഴിഞ്ഞൊരു വിടുതൽ കിട്ടുകയാണ്. വിടുതൽ ശുശ്രൂഷ നമ്മുടെയൊക്കെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ധ്യാന മേഖലകളിൽ കാണുന്നുണ്ട്. വിടുതൽ എന്ന് പറയുന്നത് ഒരാൾ എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രമാക്കപ്പെടുന്ന അവസ്ഥയിലാണ്. നാവിൻ്റെ കെട്ടഴിഞ്ഞു. നമുക്കറിയാം, അടിമത്തം എന്ന് പറയുന്നത് ഒരാൾ എല്ലാ അർത്ഥത്തിലും അടിച്ചമർത്തപ്പെടുന്ന ഒരു സാഹചര്യമാണെങ്കിൽ, വിടുതൽ എന്ന് പറയുന്നത് ഒരാൾ എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രമാക്കപ്പെടുന്ന അനുഭവമാണ്. അതാണ് യഥാർത്ഥത്തിൽ സൗഖ്യമെന്ന് പോലും വിശുദ്ധ താളുകൾ നമ്മളോട് പറയുക. 3ാമത് പറയണത് ഈ തുറവിയും വിടുതലും കിട്ടുന്നതിൻ്റെ അടയാളമാണ് സ്ഫുടമായി അയാൾ സംസാരിച്ചു. സ്ഫുടത, ക്ലാരിറ്റി എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ജീവിതത്തിൻ്റെ ശൈലി. ചില ആൾക്കാരെയൊക്കെ നമ്മൾ വീക്ഷിക്കുമ്പോൾ പറയാറില്ലേ, അപ്രൈറ്റ് പേഴ്സണാലിറ്റി. ക്ലാരിറ്റിയാണ് അവരുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യം. സ്കൂളിൽ ഞങ്ങളെ പഠിപ്പിച്ച ഒരു മാഷുണ്ടായിരുന്നു. ആ മാഷിൻ്റെ ഡ്രസ് കോഡ് ഞങ്ങൾക്ക് എപ്പോഴും താല്പര്യമാണ്. കാരണം ഒരിക്കലും ഡീപ്പ് ഡാർക്ക് കളർ അദ്ദേഹത്തിൻ്റെ ഡ്രസ് കോഡല്ല. എപ്പോഴും അയാൾ സൂക്ഷിച്ചിരുന്നത്, ഞങ്ങളുടെ ഈ മാഷ് സൂക്ഷിച്ചിരുന്നത് വൈറ്റ് ബ്രൈറ്റ് കളറുള്ള ഡ്രസ് കോഡാണ്. അദ്ദേഹം ധരിച്ചിരുന്ന ആ മുണ്ട് ഒരിക്കൽ പോലും അദ്ദേഹം മടക്കി കുത്തിയിരുന്നില്ല.
ജീവിതത്തിൽ എന്നും ഒരു വ്യക്തതയോടുകൂടെ ഞങ്ങളുടെ മുമ്പിൽ വ്യാപരിച്ച അധ്യാപകൻ. അതുകൊണ്ട് അക്ഷരക്കൂട്ടുകൾ മാത്രമല്ല അയാളുടെ ജീവിതം ഞങ്ങളിൽ കയറിപ്പറ്റാനുള്ള ഒരു മാനദണ്ഡം, മറിച്ച് ആ അക്ഷരങ്ങൾ, ആ അറിവുകൾ അയാളിൽ ഏർപ്പെടുത്തിയ അനുഭവം, ആ ശരീരത്തിൻ്റെ ആ ഡ്രസ് കോഡിൻ്റെ പോലും വേഴികളിൽ അയാൾ സൂക്ഷിച്ച വ്യക്തത. പ്രിയമുള്ളവരെ, ആത്മീയതയും സൗഖ്യവും എന്ന് പറയുന്നത് ഈ ജീവിതത്തിൻ്റെ സ്ഫുടതകളാണെന്നുള്ളതിൽ തർക്കമില്ല. ഈ വിശുദ്ധ ധ്യാനത്തിൻ്റെ ഈ സമാപന ചിന്തകളിൽ നമ്മൾ കൊണ്ടുവരുന്നത് സൗഖ്യം ഇതാണെന്നുള്ള ഒരു വചനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ഈ ക്ലാരിറ്റി ഓഫ് ലൈഫ്, കൃത്യതയും വ്യക്തതയുമുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവം. തിരുവചനങ്ങൾ അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്, കൃത്യമായ ഉദാഹരണങ്ങൾ. ഞാൻ അതിൽ ഏതാനും ചില സംഭവങ്ങൾ സമയം പോലെ ഒന്ന് വർണ്ണിക്കാമെന്ന് വിചാരിക്കുകയാണ്. മത്തായി സുവിശേഷത്തിൻ്റെ 15-ാമത്തെ അധ്യായം 21 മുതലുള്ള വാക്കുകൾ പരിശോധിച്ച് 28 വരെയുള്ള വചനങ്ങൾ വരെ എത്തുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പെൺകുട്ടിയുണ്ട്, കനാൻകാരി സ്ത്രീ. അവളുടെ ജീവിതം എന്ന് പറയുന്നത് വലിയൊരു പ്രതിസന്ധിയിലായി നിൽക്കുമ്പോഴാണ് ഈശോയിലേക്ക് അവൾ വരിക. വചനം ഇങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ ആ സ്ത്രീയെക്കുറിച്ച് വർണ്ണിക്കുന്നത്. കനാൻ നാട്ടിൽ നിന്നും ഈ പെൺകുട്ടി ഈശോയുടെ അടുക്കലേക്ക് കരഞ്ഞ് വിലപിച്ച് കണ്ണുനീർ ചിന്തിയൊക്കെ എത്തുന്ന രംഗമാണ്. കർത്താവേ, ദാവീദിൻ്റെ പുത്ര എന്നവൾ നിലവിളിക്കുന്നുണ്ട്. എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. അവൾ പ്രാർത്ഥനയിലെ ആ കൃത്യമായ ആഗ്രഹവും പറയുന്നുണ്ട്. ഞാൻ ഈ സ്ത്രീയുടെ പ്രാർത്ഥനയെ ഒരിക്കൽ കൂടി അക്കമിട്ട് പറയാം. ടയർ സീദോൻ പ്രദേശത്തൂടെ കർത്താവ് കടന്നു പോകുമ്പോൾ ആ നാട്ടിൽ നിന്നും കാനാൻകാരി വന്ന് ഈശോയോട് പറയുകയാണ്. ഒന്നാമത് അവളുടെ നടപടികളിൽ ഒന്നാമത്തേത് കരഞ്ഞു, രണ്ടാമത്തേത് കർത്താവെ എന്ന് വിളിച്ചു, മൂന്നാമത്തേത് ദാവീദിൻ്റെ പുത്ര എന്ന് അഭിസംബോധന ചെയ്തു, നാലാമത്തേത് കനിയണമേ എന്നർത്ഥിച്ചു, അഞ്ചാമത്തേത് എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടുന്നതായ സകല ഗുണങ്ങളും ഈ പ്രാർത്ഥനയിൽ നമ്മൾ കാണുകയാണ്. കരയുന്നു, കർത്താവെ എന്ന് വിളിക്കുന്നു, ദാവീദിൻ്റെ പുത്ര എന്ന് അഭിസംബോധന ചെയ്യുന്നു, കനിയണമേ എന്ന് അർത്ഥിക്കുന്നു, ആഗ്രഹവും പറയുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് എത്ര മാർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ, ആലോചിച്ചാൽ 100-ൽ നമ്മൾ എത്ര മാർക്ക് കൊടുക്കും? ഉറപ്പായിട്ടും ഈ പ്രാർത്ഥനയ്ക്ക് നമ്മളെല്ലാവരും 100-ന് മീതെ മാർക്ക് കൊടുക്കാനാണ് തയ്യാറാവുക. കാരണം നമ്മളും പ്രാർത്ഥിക്കുന്നത് ഇതുപോലെ ക്ലാരിറ്റിയോടുകൂടിയാണ്. കരയുന്നില്ലേ പ്രാർത്ഥനയിൽ? കർത്താവെ എന്ന് വിളിക്കുന്നില്ലേ? ആഗ്രഹം പറയുന്നില്ലേ? കനിയണമെന്ന് അർത്ഥിക്കുന്നില്ലേ? എന്നാൽ നമ്മൾ മാർക്ക് കൊടുക്കുന്ന ഈ പ്രാർത്ഥനയ്ക്ക് തൊട്ടടുത്ത വാക്യത്തിൽ ഈശോ കൊടുക്കുന്ന മാർക്കുണ്ട്. അതിങ്ങനെയാണ്: ഈശോയാകട്ടെ ഒരു വാക്കുപോലും മറുപടി പറഞ്ഞില്ല. വായിക്കണമേ പ്രിയമുള്ളവരെ ഈ വചനം. ഈശോയാകട്ടെ ഒരു വാക്കുപോലും മറുപടി പറഞ്ഞില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ 100-ഓ അതിനോട് ചേർന്നോ മാർക്കുകൾ കൊടുക്കുന്ന ഈ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഈശോ മിശിഹ കൊടുക്കുന്ന മാർക്ക് 0-യാണ്. ഇവിടെയാണ് നമ്മൾ ഈ പ്രാർത്ഥനയിൽ എവിടെയോ പ്രശ്നമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. എന്താണ് ഈ പ്രാർത്ഥനയിലെ പ്രശ്നം? നമുക്കൊന്ന് കണ്ടെത്താം. ഇതിലെ ആദ്യത്തെ വാക്ക് കരഞ്ഞു എന്നാണ്. പ്രാർത്ഥനയിൽ കണ്ണീര് ശരിയോ തെറ്റോ? 73 പുസ്തകങ്ങളുള്ള വിശുദ്ധ ഗ്രന്ഥം പറയുന്നു കണ്ണുനീരിൻ്റെ പ്രാർത്ഥന സ്വീകാര്യമായ ഒരു ബലിയർപ്പണം തന്നെയാണെന്ന്. സങ്കീർത്തനത്തിൻ്റെ 56-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നില്ലേ, കണ്ണീർ കണങ്ങൾ കുപ്പിയിലാക്കി ശേഖരിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രം. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നില്ലേ, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടക്കെ യാചനകൾ നിന്റെ ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകത്തിൽ വായിക്കുന്നില്ലേ, രാത്രികാലങ്ങളിൽ നിലവിളിയോടുകൂടെ പ്രാർത്ഥിക്കുക. ഹന്നയുടെ പ്രാർത്ഥന നമ്മൾ വായിച്ചിട്ടില്ലേ, പിന്നീട് അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മഗ്ദലനാക്കാരി മറിയത്തിൻ്റെ കണ്ണീരണിഞ്ഞുള്ള കല്ലറയിലെ നിൽപ്പ് അവൾക്ക് ഉത്ഥിത അനുഭവത്തിൻ്റെ ആദ്യ സാക്ഷിയാകാനുള്ള ഒരു ആധികാരികത നേടിക്കൊടുത്തു. വെളിപാട് ഗ്രന്ഥത്തിൻ്റെ സമാപനങ്ങളിൽ കരയുന്ന മിഴികളിൽ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവത്തെക്കുറിച്ച് കാണുന്നുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് പ്രാർത്ഥനയിലെ നിലവിളി കുഴപ്പമില്ലെന്നാണ്. കണ്ണീരോടുകൂടെ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് സ്വീകാര്യമാണെന്നാണ്. അപ്പോൾ ഇവളുടെ ആദ്യ നടപടിയിൽ കുഴപ്പമില്ല. രണ്ടാമത് അവൾ പറയണത് കർത്താവെ ദാവീദിൻ്റെ പുത്ര.
ഈ കർത്താവെ എന്ന് വിളിക്കുമ്പോൾ അവളൊരു വിശ്വാസത്തിലാണ്. ദാവീദിൻ്റെ പുത്ര എന്ന് വിളിക്കുമ്പോൾ അവളൊരു വചനവുമായി ചേർന്ന് എങ്ങനെയൊക്കെയോ ബന്ധമുള്ള ഒരു പെൺകുട്ടിയാണെന്നുള്ളതിൽ തർക്കമില്ല. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അത്യാവശ്യം മതപഠനമുള്ളൊരു പെൺകുട്ടിയാണ്. അവളിൽ വിശ്വാസത്തിൻ്റെ ധ്വനികളുണ്ട്. അതുകൊണ്ട് കർത്താവെ ദാവീദിൻ്റെ പുത്ര എന്ന് വിളിക്കുന്ന ആ ശൈലിയും വളരെ ശരിയാണെന്ന് പറയേണ്ടി വരുന്നു. എന്നാൽ ഇനിയുള്ള വാക്കുകൾ അല്പം ശ്രദ്ധയോടെ വായിക്കുക. എന്നിൽ കനിയണമേ. എന്നിൽ കനിയണമേ എന്നുള്ളതിന് ശേഷം വയ്ക്കുന്ന ആപ്ലിക്കേഷൻ എന്താണ്? എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. ഈ കനിയണമേ എന്ന് പറയുന്ന വാക്കിന് ഒരല്പം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അതിൻ്റെ അർത്ഥത്തിന് അല്പം സങ്കുചിതാവസ്ഥയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ കനിയണമേ എന്ന് പറയുമ്പോൾ ഞാനിവിടെ വെറുതെ നിൽക്കുകയാണെന്നൊക്കെയുള്ളൊരു സൂചന നമുക്ക് ആ വാക്കിൻ്റെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വേണമെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഇവളുടെ പ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്ന വാക്ക് ശ്രദ്ധിക്കുക. എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു മകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, അമ്മയുടെ പ്രാർത്ഥനയാണ്. എന്നിട്ടും സുവിശേഷകൻ കാനാൻകാരി എന്നേ പറയുന്നുള്ളൂ. കാനാൻകാരി എന്ന അമ്മ എന്ന് പറയുന്നില്ല. കാനാൻകാരി എന്നേ പറയുന്നുള്ളൂ, കാനാൻകാരി എന്ന അമ്മ എന്ന് പറയുന്നില്ല. അതിൻ്റെ അർത്ഥം ഏതൊരു സ്ത്രീക്കും അമ്മയാകാൻ പറ്റില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു സ്ത്രീക്ക് കുഞ്ഞിനെ ജനിപ്പിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുന്ന സ്ത്രീയെ നമ്മളെല്ലാവരും എല്ലാ സ്ത്രീകളെയും അമ്മമാരെന്ന് വിളിക്കില്ല. കാരണം ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ ഒരു സ്ത്രീയും അമ്മയാകുന്നില്ല. അമ്മയാവുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു ജീവിതത്തിൻ്റെ ഉടമസ്ഥയാവുക എന്നാണ്. ഒരു ഗർഭപാത്രം എന്ന് പറയുന്നൊരു ബയോളജിയിൽ ഒരു അമ്മ രൂപപ്പെടുന്നു എന്നൊക്കെ നമ്മൾ സയൻസിൽ പഠിക്കുമ്പോഴും കർത്താവീശോമിശിഹായുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. ആരാണ് എൻ്റെ അമ്മ? ആരാണ് എൻ്റെ അമ്മ എന്ന് ചോദിക്കുമ്പോൾ ഈശോയുടെ മറുപടി പോലും നമ്മളെ അത്ഭുതപ്പെടുത്തും. തൊട്ടരികത്ത് സ്വന്തം മേരിയമ്മ നിൽക്കുമ്പോഴാണ് ഈശോ പറയുന്നത് ദൈവത്തിൻ്റെ ഹിതം എന്ന് വെച്ചാൽ അതുവരെ ലോകം ഒരുപക്ഷെ ഒരു സ്ത്രീത്വത്തിൽ മാതൃത്വത്തിൻ്റെ അടയാളമായി വർണ്ണിക്കുന്നത് ഗർഭപാത്രമാണെങ്കിൽ ഈശോ പറയുന്നു ആ ബയോളജി അല്ല, ആ തിയോളജി, ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നവരാണ് എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങൾ. അപ്പോൾ ഒരു മാതൃത്വത്തിലേക്കുള്ള യാത്ര എന്ന് പറയണത് അത്ര എളുപ്പമല്ല എന്നാണ് വചനം നമ്മളോട് പറയുക. നമ്മുടെ കാലഘട്ടത്തിലും നമുക്കറിയാം എല്ലാ സ്ത്രീകളും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നുണ്ടെങ്കിലും മാതൃത്വം എന്ന് പറയുന്ന പദവിയെ എത്ര കണ്ട് അവർ മാന്യമായി സമീപിക്കുന്നുണ്ട്. ഏതാനും നാളുകൾക്ക് പുറകിൽ നമ്മുടെ നാട്ടിൽ നടന്ന ആ സങ്കടകരമായ കൊലപാതകത്തിൻ്റെ വിധി പ്രഖ്യാപിച്ചപ്പോൾ മലയാളക്കരയൊന്നും ഞെട്ടി. നീനോ മാത്യു എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനും അയാൾ സ്നേഹിച്ച ആ പെൺകുട്ടിയും കൂടെ ചേർന്നുകൊണ്ട് സ്വന്തം രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞിനെയും ഇതാ ഒരു മദർ ഇൻ ലോയെയും കൊല്ലുവാൻ കൂട്ടുനിൽക്കുന്ന ആ സ്ത്രീത്വത്തെ സോഷ്യൽ നെറ്റ്വർക്കുകളെല്ലാം തന്നെ അതിശക്തമായി വിമർശിച്ചു. സ്ത്രീത്വത്തിനും മാതൃത്വത്തിനും അപമാനകരമെന്ന് പോലും നമ്മൾ ആ പെൺകുട്ടിയെ അഭിസംബോധന ചെയ്തത് മാധ്യമങ്ങളിലൂടെ വായിച്ചതാണ്. ഇതിൻ്റെ അർത്ഥം ഒരു മാതൃത്വം എന്ന് പറയണത് ഗൗരവമേറിയ വിളിയാണ്. അതുകൊണ്ട് ഇവിടെ ഒരു മകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? മകളെ ക്രൂരമായി പിശാച് ബാധിച്ചു. അതിൻ്റെ അർത്ഥം ഇവൾ ഒരു അമ്മയായിരുന്നുവെങ്കിൽ ഈ മകൾ ഇത്രമാത്രം പിശാച് ബാധയിലേക്ക് പോകുമായിരുന്നു. ഒരു കുഞ്ഞിൻ്റെ പുറകിൽ ഒരു മാതാവും പിതാവും വളരെ കൃത്യമായിട്ടും ഒരു കുർബാന പോലെ നിൽക്കുമ്പോഴല്ലേ മക്കളുടെ ജീവിതം അഭിഷേകത്തിലാവുക. പിറവിയെടുക്കുന്ന നാൾ മുതൽ കുഞ്ഞിൻ്റെ ഭക്ഷണം, കുഞ്ഞിൻ്റെ വസ്ത്രം, കുഞ്ഞിൻ്റെ സംസാര ഭാഷ, അവളുടെ സൗഹൃദം, അല്ലെ അവളുടെയോ ജീവിതത്തിൻ്റെ ശൈലികൾ, ഇതൊക്കെ മാതാപിതാക്കൾ ഡിസൈൻ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെ മക്കൾ ഈ കാലഘട്ടത്തിൽ പോലും അറിയപ്പെടുക കുടുംബത്ത് പിറന്ന മക്കളെന്നാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ പുതിയ കാലഘട്ടത്തിൻ്റെ കുടുംബങ്ങളിൽ ഈ മക്കൾ ഇതേപോലെ ശ്രദ്ധിക്കപ്പെടാതെ പോകുമ്പോൾ ഒരുപാട് വീഴ്ചകളും പുഴുക്കുത്തുകളുമൊക്കെ ബാധിച്ച ഒരു പുത്തൻ തലമുറയെ നമ്മുടെ ചുറ്റുവട്ടങ്ങൾക്ക് ദൃശ്യമാകേണ്ടി വരുന്നു. പ്രിയമുള്ളവരെ, ഈ മാതാവ് ഈ മകളുടെ കാര്യത്തിൽ കുറച്ചും കൂടെയൊക്കെ ഗൗരവമായി ജീവിച്ചിരുന്നെങ്കിൽ ഈ മകൾ ഇതേപോലെ പിശാച് ബാധയിലേക്ക് പോകില്ലായിരുന്നു. നമ്മുടെ പുതിയ തലമുറയിലെ, നമ്മുടെ ഈ കാലഘട്ടത്തിലെ, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധമായ
കാഴ്ചപ്പാടുകളിലൂടെ കടന്നു പോകേണ്ട കുടുംബാന്തരീക്ഷങ്ങൾ ഇന്ന് ഒത്തിരിയേറെ ലൗകികവൽക്കരിക്കപ്പെടുകയാണ്. ഇവിടെ ഈ സ്ത്രീയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. എന്നിൽ കനിയണമേ, എനിക്കെൻ്റെ മകളുടെ പിന്നാലെ നിൽക്കാൻ നേരമില്ല, ദൈവമേ നീ കനിയണമേ. എനിക്ക് മറ്റു പല പരിപാടികളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു, അതുകൊണ്ട് കൊച്ചിനെ നോക്കാൻ എനിക്ക് നേരമില്ല, നീ കനിയണമേ. നിരുത്തരവാദിത്തപ്പെടുന്ന പ്രാർത്ഥനയാണിത്. ഉത്തരവാദിത്വത്തോടുകൂടെ ജീവിക്കേണ്ട ഒരാൾ ഉത്തരവാദിത്തപ്പെടാതെയുള്ള പ്രാർത്ഥനകളിൽ പലരും സംസാരിക്കുവാനായിട്ട് എത്തുമ്പോൾ പറയാറുണ്ട്, അച്ചു എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, എന്നെ ദൈവം മറന്നുവെന്നാണ് തോന്നുന്നത്, എൻ്റെ ജീവിതത്തിൽ കണ്ടില്ലേ സങ്കടങ്ങളും ദുരന്തങ്ങളും, ഞാൻ ഇനി പള്ളിയിലേക്കൊന്നും പോകുന്നില്ല. ഇങ്ങനെ ദൈവം കേൾക്കുന്നില്ല, ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നില്ല എന്നൊക്കെയുള്ള ഒരുപാട് സങ്കടങ്ങളുമായിട്ട് വരുമ്പോൾ ഈ വചനം മനസ്സിൽ തെളിയാറുണ്ട്. എന്തുകൊണ്ട് ദൈവം നിങ്ങളെ കേൾക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കാൻ പറ്റുന്നില്ല? നിങ്ങൾ ഉത്തരവാദിത്വങ്ങളിലാണോ? ഉത്തരവാദിത്വങ്ങളിലാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. കാരണം തുടർന്നു വരുന്ന വചനം ഇങ്ങനെയാണ് നിങ്ങൾ വായിക്കുക. ആ വചനത്തിൻ്റെ വാക്കുകൾ, യേശുവാകട്ടെ ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. ഈ ഉത്തരം കിട്ടാതെ പോകുന്ന ഈ യാത്രയിൽ ഈ പെൺകുട്ടി മിടുക്കത്തിയാണ്. കർത്താവിൽ നിന്നും മറുപടി കിട്ടാതെ വരുമ്പോൾ അവൾ 12 അപ്പസ്തോലന്മാരെയും ശൈല്യപ്പെടുത്തി എന്നാണ് വചനത്തിൽ വായിക്കുക. അതുകൊണ്ട് ആ വാക്കുകൾ ഇങ്ങനെയാണ്. ശിഷ്യന്മാർ ഈശോയെ സമീപിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അവളെ പറഞ്ഞയക്കുക, അവൾ നമ്മുടെ പിന്നാലെ വന്ന് നമ്മളെ ശൈല്യപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, 12 പേരും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്ന ബൈബിളിലെ അസുലഭമായൊരു മുഹൂർത്തമാണിത്. യേശു കർത്താവ് വിചാരിച്ചിട്ട് പോലും ഈ 12 പേരെ ഒന്നാക്കാൻ സാധിച്ചു. തൻ്റെ ജീവിത കാലഘട്ടത്തിൽ അന്ത്യത്താഴത്തിൽ 12 പേര് ഒരുമിച്ചിരിക്കുമ്പോൾ ആ 12 പേരും യൂണിഫോമിലും യൂണിഫോമിറ്റിയിലുമായിരുന്നു. ഒരിക്കൽ പോലും അവർ ഒരുമിച്ച് നിൽക്കുന്നില്ല. എന്നാൽ ഇവിടെ ഈ പെൺകുട്ടി 12 പേരെയും ഒറ്റക്കെട്ടിൽ നിർത്തി പ്രാർത്ഥിപ്പിക്കുവാൻ മാത്രം ശക്തമായൊരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഉടമസ്ഥയാണ്. നമ്മുടെ കാലഘട്ടത്തിലും നമ്മൾ ഒരുപാട് വിശുദ്ധരുടെ പിന്നാലെയൊക്കെ പോകുന്നുണ്ട്, നല്ല കാര്യം. പക്ഷേ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തത് കൊണ്ടാണോ വിശുദ്ധരുടെ പിന്നാലെ പോവുക? ഈ വിശുദ്ധരുടെ പിന്നാലെ പോകുമ്പോഴും കത്തോലിക്ക തിരുസഭ പറയണത്, വിശുദ്ധർ ദൈവത്തെ കേട്ടത് നമ്മളും കൂടെ ഒന്ന് കേട്ടു പഠിക്കുക. അതാണ് വിശുദ്ധ വണക്കത്തിൻ്റെ സഭയുടെ ഔദ്യോഗികമായ ഒരു പഠനം. വിശുദ്ധർ ഒരിക്കലും നമ്മളുടെ ജീവിത ആത്മീയ വഴികളുടെ ഒരു ലക്ഷ്യമല്ല, ലക്ഷ്യത്തിലേക്കുള്ള മാർഗരേഖയാണ്. അങ്ങനെയെങ്കിൽ ഇവൾ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന വലിയൊരു സത്യമുണ്ട്. 12 പേരും അവളുടെ ഈ ആഗ്രഹം ദൈവനടയിൽ വെക്കുകയാണ്. ഇവിടെയാണ് പ്രിയമുള്ളവരെ കർത്താവ് ഈ അപ്പസ്തോലന്മാരോട് പറയുന്ന വാക്കുണ്ട്, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുക്കലേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെടുന്നത്. ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുക്കിലേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെടുന്നത്. ഇവിടെ ഈശോ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, നഷ്ടപ്പെട്ട എന്നൊരു വാക്കുണ്ട്. പ്രിയമുള്ളവരെ, ഇത് കർത്താവ് പങ്കുവെക്കുന്ന അപ്പസ്തോലന്മാരോടാണ്. പക്ഷേ ഇത് ഈ പെൺകുട്ടി കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പെൺകുട്ടി തിരിച്ച് ഈശോയുടെ മുമ്പിൽ വയ്ക്കുന്ന പ്രതികരണം ശ്രദ്ധേയമാണ്. അടുത്ത വാക്യത്തിൽ നമ്മൾ വചനത്തിൽ വായിക്കുന്നത്, ആ സ്ത്രീ കർത്താവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അവൾ വളരെ മിടുക്കത്തിയായ ഒരു ദൈവീകതയോട് ആത്മീയതയോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. കാരണം അവൾ വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് അടുത്ത നടപടികൾ ചെയ്യുക. ഓർമ്മിക്കുക പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മുമ്പിലേക്ക് സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. അതിൻ്റെ അർത്ഥം സർവ അവയവവും എൻ്റേതല്ല എന്ന പ്രഖ്യാപനമാണ് സാഷ്ടാംഗ പ്രണാമം. സർവ അവയവവും എൻ്റേതല്ല, നിൻ്റേതാണെന്നുള്ള പ്രഖ്യാപനമാണ്. എന്താണ് ഇവൾ ഇങ്ങനെയൊരു നടപടിക്ക് തയ്യാറായത്? കാരണം ഈശോയുടെ വാക്കുകൾ അവളെ ധ്യാനിപ്പിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ട, ഇവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ മകൾ നഷ്ടപ്പെട്ടതാണോ നഷ്ടപ്പെടുത്തിയതാണോ? ഉറപ്പായിട്ടും നമുക്കറിയാം നഷ്ടപ്പെട്ടതാവാൻ വഴിയില്ല. ഇവൾ നല്ലൊരു മാതൃത്വമായി ഈ കൊച്ചിൻ്റെ പിറകിൽ നിന്നിരുന്നെങ്കിൽ ഈ കൊച്ച് നഷ്ടപ്പെടുമായിരുന്നില്ല. അങ്ങനെയെങ്കിൽ അവൾക്ക് തന്നെ ബോധ്യമുണ്ട്, ക്രിസ്തുവിൻ്റെ മൊഴികളാൽ ഞാൻ എൻ്റെ കൊച്ചിനെ നഷ്ടപ്പെടുത്തിയതാ. ആത്മീയത എന്ന് പറയുന്നത് ഈ ക്ലാരിറ്റിയിലേക്ക് എത്തുന്നൊരു യാത്രയാണ്.
കർത്താവുമായിട്ടുള്ള ബന്ധത്തിലാണ് അവൾക്ക് കർത്താവിനെ അപ്പസ്തോലന്മാരോട് സംസാരിക്കുമ്പോൾ കർത്താവിനെ കേട്ടതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊരു നടപടിക്ക് തയ്യാറാകുന്നത്. ദൈവത്തെ കേൾക്കുമ്പോഴാ പ്രിയമുള്ളവരെ നമുക്ക് നമ്മളുടെ വീഴ്ചകളെ തിരിച്ചറിയാൻ പറ്റുക, നമ്മൾ എവിടെയാണ് വഴുതിപ്പോയതെന്ന് മനസ്സിലാക്കാൻ പറ്റുക. അതുകൊണ്ട് ആ വാക്കുകളിൽ ഈ പെൺകുട്ടിക്ക് മനസ്സിലാകുന്നുണ്ട്, ഞാൻ എൻ്റെ മകളെ നഷ്ടപ്പെടുത്തിയതാണ്. അതുകൊണ്ട് അവൾ അതിന് പരിഹാരം എന്നോണമാണ് പറയണത്, സാഷ്ടാംഗ പ്രണാമം. ഇനി എൻ്റെ അവയവം എൻ്റേതല്ല, നിന്റെ ലക്ഷ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടിയാണ്. പ്രിയരെ, ഇവിടെ ഈ പെൺകുട്ടി കൃത്യമായിട്ടും ഈ വാക്കുകളിലൂടെ പങ്കുവെക്കുന്നൊരു സത്യമുണ്ട്. ഞാൻ ഇനി എൻ്റെ മകളുടെ വസ്ത്രം തുന്നാം, ഞാൻ ഇനി എൻ്റെ മകളുടെ ഭക്ഷണം പാചകം ചെയ്യാം, ഞാൻ ഇനി എൻ്റെ മകളുടെ പിന്നാമ്പുറങ്ങളിൽ നിൽക്കാം, ഞാൻ അവളുടെ ഭാഷ ഡിസൈൻ ചെയ്യാം, ഞാൻ അവളുടെ ദിശാബോധം കാണിച്ചു കൊടുക്കാം, ഞാൻ അവളുടെ ബന്ധങ്ങളെ ഡിസൈൻ ചെയ്യാം, ഞാൻ അവൾക്കൊപ്പമാകാം. എൻ്റെ അവയവങ്ങൾ ഇനി എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയല്ല, നിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി. പ്രിയമുള്ളവരെ, ഓരോ മാതാവും പിതാവും ഇങ്ങനെയൊരു അവബോധത്തിലും ഇങ്ങനെയൊരു ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളിലും എത്തുന്നുണ്ടോ? ഇതിൻ്റെ പേരാണ് തുറവി എന്ന് പറയണത്, ഇതിൻ്റെ പേരാണ് വിടുതൽ എന്ന് പറയണത്, ഇതിൻ്റെ പേരാണ് സ്ഫുടത എന്ന് പറയണത്. ഇതല്ലേ സൗഖ്യം? ഒരാൾ അയാളുടെ ഉത്തരവാദിത്വങ്ങളിൽ ആഴപ്പെടുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ അവൾ സഹായിക്കണമേ എന്നാണ് പിന്നീട് ഉപയോഗിക്കുന്ന വാക്ക്. ആദ്യം ഉപയോഗിച്ച വാക്ക് കനിയണമേ എന്നാണെങ്കിൽ രണ്ടാമത് ഉപയോഗിക്കുന്ന വാക്ക് സഹായിക്കണമേ. അതിൻ്റെ അർത്ഥം ഞാൻ സഹകരിക്കാം, നീ സഹായിച്ചാൽ മതി. യഥാർത്ഥത്തിൽ ആത്മീയത അതാണ്. യഥാർത്ഥത്തിൽ നമ്മളുടെ ആത്മീയ ജീവിതത്തിന് ലക്ഷ്യം പോലും അതാണ്. ഞാൻ സഹകരിക്കാൻ തമ്പുരാനെ, നീ സഹായിച്ചാൽ മതി. ദൈവത്തിന് പണി കൊടുക്കുകയല്ല ഈ സ്ത്രീ ചെയ്തത്, സ്വയം തൻ്റെ കർമ്മങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുകയാണ്. ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തത്തെക്കുറിച്ച് അവൾക്ക് ധാരണ കിട്ടുകയാണ്. ഈശോ അവളോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഈശോ സംസാരിച്ചത് കൃത്യമായിട്ടും പറഞ്ഞാൽ അപ്പസ്തോലന്മാരോടാണ്. അപ്പസ്തോലന്മാരോട് സംസാരിക്കുന്നത് അവൾ കേട്ടു എന്നുള്ളതാണ് അവളുടെ വ്യതിയാനത്തിന് കാരണം. പ്രിയമുള്ളവരെ, ഇന്നും ദൈവം സംസാരിച്ച ഒരുപാട് പേരുണ്ട് നമ്മുടെ കാലഘട്ടത്തിൽ. വിശുദ്ധർ ദൈവം സംസാരിച്ച ആൾക്കാരാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ കഥാപാത്രങ്ങൾ ദൈവത്തോട് ചേർന്ന് നിന്ന വ്യക്തിത്വങ്ങളാണ്. മാത്രമല്ല, നമ്മുടെ കാലഘട്ടത്തിലെ ആദരണീയരായ വ്യക്തികൾ ദൈവസ്ഥാനീയരാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇവരുടെയൊക്കെ കൂടെ നടന്നിട്ട് എത്രത്തോളം ദൈവത്തിൻ്റെ ആ കൃത്യതകളിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ഏതായാലും അടുത്ത വാക്യത്തിലുള്ള യേശുവിൻ്റെ ആദ്യത്തെ വാക്ക് ഇങ്ങനെയാണ്. യേശു അവളോട് പറഞ്ഞു മക്കളുടെ. യേശു അവളോട് പറഞ്ഞു മക്കളുടെ എന്ന് പറയുമ്പോൾ മക്കളെക്കുറിച്ച് പറയുന്നത് അമ്മമാരോടാണ്, അപ്പന്മാരോടാണ്. അതിൻ്റെ അർത്ഥം യേശു അവളോട് ആദ്യമായിട്ട് മിണ്ടുകയാണ്, അവൾ ഒരമ്മയാകാൻ നിശ്ചയിച്ചപ്പോൾ. അങ്ങനെയെങ്കിൽ ദൈവത്തെ കേൾക്കണമെങ്കിൽ ഒരാൾ എന്ത് ചെയ്യണം? അയാൾ ഉത്തരവാദിത്വത്തിലാവുക. നീ ഒരു അമ്മയാണോ? നീ ഒരു അപ്പനാണോ? നീ ഒരു മകനാണോ? നീ നല്ലൊരു വിദ്യാർത്ഥിയാണോ? നിനക്ക് ദൈവത്തെ കേൾക്കാൻ പറ്റും. ദൈവത്തെ കേൾക്കുക എന്ന് പറയണത് ക്ലാരിറ്റിയോടുകൂടെ ജീവിക്കുന്നവരുടെ ജീവിതത്തിലെ സൗന്ദര്യമാണ്. അവർക്ക് പിന്നെ ദൈവത്തിലൂടെ അല്ലാതെ നടക്കാൻ പോലും പറ്റില്ല. അവരെ സ്ഫുടമായിട്ട് സംസാരിക്കും. അതുകൊണ്ട് ഇനി ഈശോ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കേണ്ടത് ഉചിതമല്ല. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത സ്റ്റേറ്റ്മെൻറ്റ്, തള്ളിക്കളയാൻ പറ്റത്തില്ല. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കേണ്ടത് ഉചിതമാണോ? പ്രിയമുള്ളവരെ, ഈ സ്ത്രീയുടെ മറുപടി ശ്രദ്ധിക്കുക. അതേ കർത്താവേ. അവൾ അംഗീകരിക്കുകയാ, കർത്താവിനെ നിഷേധിക്കുന്നില്ല. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കരുത് എന്നുള്ളത് തന്നെ അവളുടെയും അഭിപ്രായം. അതേ കർത്താവേ. എന്നിട്ട് അവൾ ഈശോ പറഞ്ഞ വാക്കുകളൊന്ന് തലമറിച്ചിട്ട് നോക്കി, ഒന്ന് മാറ്റി പറഞ്ഞു നോക്കി. അതേ വാക്കുകളൊന്ന് മാറ്റിയൊന്ന് ഉപയോഗിച്ചു. നായ്ക്കളും യജമാന മേശപ്പുറത്തുനിന്ന് വീഴുന്നവ തിന്നുന്നുണ്ടല്ലോ. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളൊന്ന് നമ്മൾ വായിക്കേണ്ടതാണ്. മക്കൾക്കുള്ളത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കേണ്ടത് ഉചിതമല്ല എന്ന് പറയുമ്പോൾ മക്കളുടെ അവകാശം നായ്ക്കൾക്ക് കൊടുക്കാൻ പാടില്ല. നായ്ക്കൾക്കുള്ളത് കൂട്ടിൽ കിട്ടുന്നതാണ്, കൂട്ടിലുള്ളതാണ് നായ്ക്കൾക്കുള്ള ഭക്ഷണം, മക്കൾക്കുള്ളതല്ല. ഇവിടെ അവളുടെ മൊഴി എന്താണ്? നായ്ക്കളും യജമാന മേശയിൽ നിന്ന് താഴെ വീഴുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നായ്ക്കളുടെ അവകാശം കൂട്ടിലാണോ അതോ മേശയുടെ താഴെയാണോ? നമ്മളും
മേശയ്ക്ക് താഴെ വരുന്ന പട്ടിക്കും പൂച്ചയ്ക്കുമൊക്കെ വെറുതെ നമ്മുടെ ഒരു ഇഷ്ടപ്രകാരം ഭക്ഷണമൊക്കെ വെച്ചു കൊടുക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം അത് അവകാശമല്ല, ഔദാര്യമാണ്. ഈ പെങ്കൊച്ചു മിടുക്കത്തിയ കാനാൻകാരി ക്രിസ്തുവിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി ക്രിസ്തുവിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് വളരെ ഷാർപ്പായിട്ട് പ്രവേശിക്കുന്നു. അതുകൊണ്ട് അവൾ പറയണത്, അവകാശപ്പെട്ടത് എനിക്ക് തരരുത്. കാരണം അവകാശങ്ങൾ സ്വീകരിക്കാൻ എനിക്ക് അർഹതയില്ല. ഞാൻ പരാജയപ്പെട്ടവളാണ്. എൻ്റെ കുഞ്ഞിൻ്റെ പുറകെ നിൽക്കാതെ പോയവൾ, എൻ്റെ കുഞ്ഞിനെ ക്രൂരമായ പിശാചുബാധയിലേക്ക് എൻ്റെ നിസ്സംഗത മൂലം നയിച്ചവൾ, ഞാൻ തെറ്റുകാരിയാണ്. അതുകൊണ്ട് അവകാശങ്ങളൊന്നും വേണ്ട. ഞാൻ തിരിച്ചറിയുന്നു, നിന്റെ അടുക്കൽ വരുമ്പോൾ, നിന്നെ കേൾക്കുമ്പോൾ, നീ അപ്പസ്തോലന്മാരോട് പറയണത് ഞാൻ ശ്രവിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ തെറ്റുകാരിയാണ്. ഞാനിതാ പിഴമൂളുക മാത്രമല്ല, പരിഹാരവും ചെയ്യുന്നു, സാഷ്ടാംഗം പ്രണമിച്ച് നിൽക്കുന്നു. അതുകൊണ്ട് അവകാശങ്ങളൊന്നും വേണ്ട കർത്താവേ, ഔദാര്യം തരാമോ, ഔദാര്യം തരാമോ. സോ ക്ലിയർ. ഇങ്ങനെ നമ്മളൊക്കെ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? പ്രാർത്ഥന ഈ ക്ലാരിറ്റിയാണ്. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരൊറ്റയാളെ നോക്കിയേ ഈശോ പറയുന്നുള്ളൂ, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. ബൈബിളിൽ നിങ്ങൾ സുവിശേഷങ്ങൾ മുഴുവൻ നോക്കിക്കൂ, ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ നിങ്ങൾ കാണുകയുള്ളൂ, സോ ബിഗ് യുവർ ഫെയ്ത്ത്, നിന്റെ വിശ്വാസം വലുതാണ്. മറ്റൊരവസരത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇസ്രായേലിൽ പോലും ഇത്രയും വലിയ വിശ്വാസം. അതൊരു കമ്പാരിസനാണ്. പക്ഷെ ഇവിടെ കമ്പയർ പോലും ചെയ്യുന്നില്ല. ഒരു താരതമ്യ പഠനത്തിന് പോലും ഈശോ തയ്യാറല്ല. വളരെ കൃത്യമായിട്ടും ഈശോ പറയുകയാണ്, നിന്റെ വിശ്വാസം വലുതാണ്. കൂടെ നിൽക്കുന്നവരെയും കൂട്ടുകാരെയും ഈശോ വിളിച്ച പേര് ഈ സുവിശേഷത്തിൽ വായിക്കാൻ പറ്റും. മത്തായി സുവിശേഷം 6:30 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഇന്നുള്ളതും നാളെ അടുപ്പിലെറിയുന്നതുമായ പുല്ലുകളെ ദൈവം ക്രമീകരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ എന്നാ വിളിക്കുന്നത്. 8:25 കടലിൽ മുങ്ങിത്താഴാൻ പോകുന്ന അപ്പസ്തോലന്മാരെയും ഈശോ വിളിക്കുന്നത് അല്പവിശ്വാസികളെ എന്നാണ്. 14:31 ആദ്യത്തെ മാർപ്പാപ്പ പത്രോസ്ലീഹായെ ഈശോ വിളിക്കുന്നത് അല്പവിശ്വാസി എന്നാണ്. 16:8 നിങ്ങൾ വായിക്കുന്നത് പുളിപ്പിനെ കുറിച്ച് പറയുമ്പോൾ അപ്പത്തെക്കുറിച്ചാണ് സംസാരിച്ചതെന്നുള്ള ഒരു ചിന്ത ഈ ശിഷ്യന്മാരുടെ ഉള്ളിൽ വരുമ്പോൾ അവരെയും വിളിക്കുന്നത് അല്പവിശ്വാസികളെ എന്നാണ്. 17-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പറയണതും നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ടെന്നാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ള ദൈവമക്കളെ, കൂടെയുള്ളവരെയും കൂട്ടുകാരെയും ഈശോ വിളിക്കുന്നത് അല്പവിശ്വാസി എന്നാണ്. ഈ പെങ്കൊച്ചിനെ വിളിക്കുന്നത് വലിയ വിശ്വാസി എന്നാണ്. നമ്മളെ എന്തു വിളിക്കും? നമ്മളെ എന്തു വിളിക്കും? അവിശ്വാസി എന്ന് വിളിക്കേണ്ടി വരുമോ? നമുക്ക് ഈ ധ്യാനം പൂർണ്ണമാക്കുമ്പോൾ ഈ ക്ലാരിറ്റിയുള്ള ഒരു വിശ്വാസ ജീവിതത്തിലേക്ക്, ഈ സ്ഫുടതയുള്ള ഒരു സംസാര ജീവിതത്തിലേക്ക്, ഈ തുറവിയും വിടുതലുമുള്ള ഒരു ശാരീരികാവസ്ഥയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ കഴിയട്ടെ. ദൈവത്തിൻ്റെ സകലവിധ അനുഗ്രഹങ്ങളും ഈ വചന വ്യാഖ്യാനങ്ങളിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് അവൻ നിക്ഷേപിക്കുമ്പോൾ അതിനനുപാതികമായിട്ട് ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഒരു വിസ്മയമാകാം. കാരണം ഒടുവിൽ നമ്മൾ ഈ വചനഭാഗം അവസാനിപ്പിക്കുമ്പോൾ 7-ാമത്തെ അധ്യായം മർക്കോസ് സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, അവർ അവനെക്കുറിച്ച് വിസ്മയിച്ചു. ഒരു വിസ്മയമാകുക, അതാണ് ഓരോ ധ്യാനത്തിൻ്റെയും ലക്ഷ്യം. ആ വിസ്മയത്തിലേക്കുള്ള നടപടികളിലാണ് നമ്മൾ ഈ ചെറുപ്പക്കാരനെ ഒന്ന് ധ്യാനിച്ചത്. പ്രിയരെ, നമുക്കിത് പൂർത്തിയാക്കുമ്പോൾ നമ്മൾ പങ്കുവെച്ച വാക്കുകൾ ഓരോന്നും ഒരിക്കൽ കൂടെ അവൻ്റെ ശിരസിൽ കൈവെക്കണമെന്ന ആഗ്രഹവുമായിട്ട് ഒരാളെയും കൊണ്ടുവരികയാണ്. ആൾക്ക് 2 വൈകല്യങ്ങളുണ്ട്. ഒന്ന് ഒരു കേൾവിയില്ലായ്മ, 2 സംസാരത്തിന് പ്രശ്നം. ഈ 2 പ്രശ്നവുമുള്ള ആളെ കർത്താവ് എങ്ങനെയാണ് സൗഖ്യത്തിലേക്ക് നയിച്ചത്? ജനക്കൂട്ടത്തിൽ നിന്നും മാറ്റി ചെവികളിൽ വിരലുകളിട്ടു, തുപ്പലുകൊണ്ട് നാവിൽ തൊട്ടു, യഫാത്ത എന്ന ആ തുറവിയുടെ വാക്ക്, സൗഖ്യത്തിൻ്റെ മൊഴി അയാളുടെ ഉള്ളിൽ പതിപ്പിക്കുവാൻ പാകത്തിന് അയാളെ തയ്യാറാക്കി. പിന്നെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തു തുറവി, വിടുതൽ, സ്ഫുടത. ബാക്കിയായിട്ട് കണ്ടു ഈശോയെ നോക്കി അവർ വിസ്മയിച്ചു. ഓരോ ധ്യാനവും ഒരു ധ്യാനം കൂടുന്ന വ്യക്തിയെ കാലഘട്ടത്തിൻ്റെ വിസ്മയമാക്കേണ്ടതാണ്. ആ വിസ്മയത്തിലേക്കുള്ള നടപടികളാണ് ഈശോ നമുക്ക് മുമ്പിൽ കൃത്യമായിട്ടും ഈ വചനത്തിലൂടെയൊക്കെ പങ്കുവെച്ച് തരിക. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഈ വിശുദ്ധ അനുഗ്രഹങ്ങളുടെ ഉടമസ്ഥരാകാം. തമ്പുരാൻ നമ്മളെല്ലാവരെയും വിശുദ്ധ വാഗ്ദാനങ്ങൾ കൊണ്ട് പൊതിയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.
അശുദ്ധിയെല്ലാം ചാരമാവട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. വെണ്മയായി തീരട്ടെ എന്റേതാമെല്ലാം, വെണ്മയായി തീരട്ടെ എന്റേതാമെല്ലാം. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാവട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എൻ പ്രിയനേ യേശുവേ രക്ഷകാ, എൻ പ്രിയനേ യേശുവേ രക്ഷകാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് എത്രയോ നല്ലവനാണെന്ന് രുചിച്ചറിയുവിൻ. നല്ല ഈശോയെ, ഈ നാളുകൾ ഓരോന്നും നീ ഞങ്ങളിലേക്ക് ചൊരിയുന്ന നന്മകളുടെ അനുഗ്രഹങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങളുടെ മനസ്സും ഹൃദയവും ആരാധനയാലും നന്ദിയാലും നിറയുകയാണ്. നല്ല ദൈവമേ, സൗഖ്യത്തിലേക്കുള്ള നാൾ വഴികളിൽ ഞങ്ങൾ നിന്റെ ക്രമീകരണങ്ങൾ തിരുവചനങ്ങളിൽ വായിച്ചു. ജനക്കൂട്ടത്തിൽ നിന്നും മാറ്റി നിർത്തി ചെവികളിൽ വിരലുകളിട്ട് തുപ്പലുകൊണ്ട് നാവിൽ തൊട്ട് അനുഗ്രഹത്തിലേക്കൊരാളെ പൂർണ്ണമായും തയ്യാറാക്കി നിർത്തി ആ ഹൃദയത്തിലേക്ക് യഫാത്ത തുറക്കപ്പെടട്ടെ എന്ന തിരുമൊഴി കൈമാറി. അയാളുടെ ജീവിതത്തിലെ ആനന്ദം ചെവി തുറന്നു
നാവിൻ്റെ കെട്ടഴിഞ്ഞു. അയാൾ സ്ഫുടമായി സംസാരിച്ചു. നല്ല തമ്പുരാനെ, സൗഖ്യമെന്നുള്ളതിന് നീയുമായിട്ടുള്ള ഏറ്റവും ശക്തവും തീവ്രവുമായ ബന്ധമാണ് യോഗ്യതയെന്ന് ഈ നടപടിക്രമങ്ങളിലൂടെ നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുകയായിരുന്നു. ഈശോയെ, ഞങ്ങൾ ഈ അനുഭവമുള്ള ഈ സന്നിധിയിൽ നിൽക്കുമ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും സമർപ്പിക്കുകയാണ്. ഈ ആരാധനയിൽ പങ്കുചേരുന്ന ലോകം മുഴുവനുമുള്ള എല്ലാ വിശ്വാസികളെയും ഞങ്ങൾ ഈ അനുഗ്രഹ അഭിഷേകത്തിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഹൃദയവും മനസ്സും തുറക്കുന്നതിൻ്റെ പ്രതീകമായി കൈകൾ തുറന്നു പിടിച്ച് ആരാധിക്കാം. ഈ വിശുദ്ധ സ്നേഹം ഒട്ടുമേ കുറയാതെ സ്വീകരിക്കുവാൻ നമ്മുടെ മനസ്സിനെ ഒന്നൊരുക്കാം. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ കൃത്യമായും അവൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, തെറ്റുകൾ ക്ഷമിക്കുക, എല്ലാവരോടും സ്നേഹത്തിൽ വർത്തിക്കുക, അങ്ങനെ ദൈവാനുഗ്രഹത്തിൻ്റെ ഭാഗമാവുക. നമുക്ക് ഈശോയുടെ ആ തിരുമുടികളിൽ തന്നെ ഉറച്ചു നിൽക്കാം. ക്ഷമിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ചോദ്യത്തിൽ 7 പ്രാവശ്യം മതിയോ എന്നുള്ള അപ്പസ്തോലൻ പത്രോസിൻ്റെ ചോദ്യത്തിൽ ഈശോയുടെ മറുപടി 7 എന്നല്ല 70 പ്രാവശ്യം. ക്ഷമ അതിർത്തികളില്ലാതെ അളവില്ലാതെ കൈമാറുവാൻ ഈശോ പറയുകയാണ്. നമുക്ക് ആ കുർബാനയിലേക്ക് നോക്കി നമുക്ക് നൽകപ്പെടുന്ന ഈശോയുടെ തിരുമൊഴികൾ മനസ്സിലുറപ്പിച്ച് നമുക്ക് ഈശോയോട് പറയാം, സൗഖ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന ക്ഷമയുടെ ശക്തി ഞങ്ങളിലേക്ക് ഒഴുക്കണമേ എന്ന്. ക്ഷമാശീലനാം എന്നേശുവേ, ശാന്തശീലനാം എന്നേശുവേ. നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. ക്ഷമാശീലനാമിൻ യേശുവേ, ശാന്തശീലനാമിൻ യേശുവേ. കഠിനമാ എൻ ഹൃദയം തവ ഹൃദയം പോലെയാക്കണേ. കഠിനമാം ഹൃദയം തവ ഹൃദയം പോലെയാക്കണേ. ക്ഷമാശീലനാം ക്ഷമാശീലനാമിൻ യേശുവേ, ശാന്തശീലനാമിൻ യേശുവേ. ദൈവബന്ധം സജീവമാകുമ്പോൾ ഈ ലോകത്തിലേക്കുള്ള യാത്ര ഒരു ദൈവീക അകലത്തിൽ നമ്മൾ നടത്തുമ്പോൾ, ക്രിസ്തു സൂക്ഷിച്ച ഒരു ജീവിതത്തിൻ്റെ ശൈലി നമ്മളിൽ ആഴപ്പെടുമ്പോൾ സൗഖ്യം നമ്മളുടെ ഭാഗമാകും. മാനുഷിക തലങ്ങളിൽ നമ്മൾ സൂക്ഷിക്കുന്ന ചില സ്വാർത്ഥതകളും സങ്കുചിത മനോഭാവങ്ങളുമൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ സൗഖ്യത്തിന് തടസ്സം. കുരിശിലെ ക്രിസ്തുവിൻ്റെ ശൈലികൾ നമ്മളുടെ ശൈലികളാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ, ഞങ്ങൾ ഈ ധ്യാനത്തിലുടനീളം കാണുകയായിരുന്നു നിന്റെ ഇടപെടുന്ന നിന്റെ സൗഖ്യത്തിൻ്റെ നടപടിക്രമങ്ങൾ. യഥാർത്ഥത്തിൽ സ്ഫുടമായി സംസാരിക്കുന്ന ഒരു തലത്തിലേക്ക് ആ ചെറുപ്പക്കാരൻ വളരുമ്പോൾ
നിന്നെ നോക്കി ചുറ്റുവട്ടങ്ങൾ വിസ്മയിക്കുന്നത് ഞങ്ങൾ അത്ഭുതത്തോടെ കാണുകയാണ്. ഈശോയെ, ഈ തിരുനടയിൽ നിൽക്കുമ്പോൾ ഞങ്ങളും നീ കൈമാറുന്ന ഒരു സ്ഫുടമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കട്ടെ. അതിലേക്കുള്ള നാൾ വഴികളിൽ ക്ഷമ പ്രധാനപ്പെട്ട ഒരു ചേരുവയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. പഴയ നിയമത്തിൽ പൂർവ്വ യൗസേപ്പിന്റെ നടപടികളിലാണ് ക്ഷമയുടെ അർത്ഥങ്ങൾ ഞങ്ങൾ തിരിച്ചറിയുക. തന്നെ അപകടപ്പെടുത്തിയവർ, തന്നെ ഒഴിവാക്കിയവർ, കാലങ്ങൾക്കിപ്പുറേ തന്നെ തിരിച്ചറിയാതെ നിൽക്കുമ്പോഴും യൗസേപ്പ് അവരെ തിരിച്ചറിയുന്ന മാത്രയിൽ പ്രതികാരമൊന്നും ചെയ്യുന്നില്ല. ഒക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് പറഞ്ഞ് അയാൾ ഈ ചേട്ടന്മാരെ ചേർത്ത് പിടിക്കുകയാണ്. എന്നെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, വിഷാദിക്കേണ്ട എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഒന്നും വിസ്മൃതിയിലല്ല. പക്ഷെ അയാൾ വ്യാഖ്യാനിക്കുന്നു, നിങ്ങൾ വിറ്റതല്ല, ദൈവം എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചതാണ്. നല്ല ദൈവമേ, ജീവിതത്തെ നല്ല രീതിയിൽ വ്യാഖ്യാനിക്കുന്നതിൻ്റെ പേരാണ് ക്ഷമ. ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളെ കുർബാനയുടെ കണ്ണുകളിൽ ഞങ്ങൾ വ്യാഖ്യാനിക്കട്ടെ. അതല്ലേ യഥാർത്ഥത്തിൽ ക്ഷമ. ഞങ്ങൾ ആ ക്ഷമയുടെ തലങ്ങളിലേക്കൊന്ന് വളരട്ടെ. ഞങ്ങളിലെ സ്വാർത്ഥതകളെ, സങ്കുചിത മനോഭാവങ്ങളെ ഈ വിശുദ്ധ കുർബാനയുടെ നടയിൽ ഞങ്ങളിതാ എറിഞ്ഞുടയ്ക്കട്ടെ. നമുക്ക് കരങ്ങൾ തുറന്നു പിടിക്കാം, വിശുദ്ധ കുർബാനയിലേക്ക് നോക്കി നിൽക്കാം. ആഗ്രഹത്തോടെ ക്ഷമിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ത്യാഗങ്ങൾ സഹിച്ചു ഞാൻ വളർത്തിയവർ, ആഴത്തിൽ മുറിവേൽപ്പിച്ചകന്നിടുമ്പോ, ത്യാഗങ്ങൾ സഹിച്ചു ഞാൻ വളർത്തിയവർ, ആഴത്തിൽ മുറിവേൽപ്പിച്ചകന്നിടുമ്പോ, കുരിശിൽ പിടയും നേരവുമങ്ങേ അധരം അരുളും വചസുരുവിടുവാൻ, കുരിശിൽ പിടയും നേരവുമങ്ങേ അധരം അരുളും വചസുരുവിടുവാൻ. ക്ഷമാശീലനാമേ യേശുവേ, ശാന്തശീലനാം ശാന്തശീലനാമേ യേശുവേ, ക്ഷമാശീലനാമേശുവേ, ക്ഷമാശീലനാമേ യേശുവേ, ശാന്തശീലനാം ശാന്തശീലനാമേ യേശുവേ. കഠിനമാമൻ ഹൃദയം, കഠിനമാ എൻ ഹൃദയം, തവ ഹൃദയം, തവ ഹൃദയം പോലെയാക്കണേ. ക്ഷമാശീലനാം ക്ഷമാശീലനാമേ യേശുവേ, ശാന്തശീലനാം ശാന്തശീലനാമേ യേശുവേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. കണ്ണുകൾ വിശുദ്ധ കുർബാന ഉറപ്പിക്കാം. നമുക്ക് ഏറ്റവും പ്രിയമുള്ളവരെ, ജീവിതത്തിൽ സൗഖ്യമുള്ളവരായി സഞ്ചരിക്കുക ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള വലിയ ആഗ്രഹമാണ്. സൗഖ്യമെന്ന് പറയണത് ക്രിസ്തുവിൽ നമ്മൾ കാണുകയാണ്. കുരിശിൻ്റെ വഴിയുടെ ഓരോ തിരുനടയിലും നമ്മൾ ദർശിക്കുന്നത് സൗഖ്യപ്പെട്ട ക്രിസ്തുവിനെയാണ്. ഗെത്സേമാൻ തോട്ടം മുതൽ അരിമത്തിയാക്കാരൻ്റെ തോട്ടം വരെ നീളുന്ന 14 സ്ഥലങ്ങൾ നമ്മൾ വായിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും ധ്യാനിക്കുന്നതും സൗഖ്യപ്പെട്ട ഒരാളെയാണ്. എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമെന്ന് പറയുന്ന
സ്ഫുടമായി സംസാരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൻ്റെ വികസിത രൂപമാണ്. പീലാത്തോസിന്റെ അരമനയിൽ, കയ്യാപ്പായുടെ അരമനയിൽ, ഹേറോദേസിന്റെ അരമനയിൽ വിചാരണ തടവുകാരനെ പോലെ നിൽക്കപ്പെടുമ്പോൾ കുറ്റമില്ലാത്തവൻ എല്ലാ അർത്ഥത്തിലും ശിക്ഷയിലേക്ക് നയിക്കപ്പെടുമ്പോൾ മൗനത്തിൽ നിൽക്കുന്ന ക്രിസ്തു, നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്നുള്ള ഹൃദയപരമാർത്ഥമായ ആ വാക്കുകൾക്ക് ഇണങ്ങുന്ന രീതിയിൽ ശരീരത്തെ ക്രമീകരിക്കുന്ന നമ്മുടെ ഈശോ. ജീവിതത്തിന്റെ വ്യക്തതകളാണ് സൗഖ്യമെന്ന് അവൻ നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. കുരിശിന്റെ ഓരോ വഴികളിലും ജീവിതം ഒരുപാട് അപമാനത്തിൻ്റെയും ഭാരത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും സമ്മർദ്ദത്തിൻ്റെയും നാണക്കേടിൻ്റെയും ആരോപണത്തിൻ്റെയും വഴികളിലൂടെ കടന്നു പോകുമ്പോഴും ആരോടും അവന് പകയില്ല, പരിഭവമില്ല, പരാതിയില്ല. കുരിശിന്റെ തിരുമാറിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഒരു കുറ്റവാളിയെ കണക്ക് തൂക്കപ്പെടുമ്പോഴും മിഴികളിൽ നൈരാശ്യമില്ല, വാക്കുകളില് പരാതിയില്ല. അവന്റെ മനസ്സ് കൂമ്പി നിൽക്കുകയാ, നിന്റെ ഇഷ്ടം പോലെ നിറവേറട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് വേണം ഈ ജീവിതത്തിന്റെ വ്യക്തതയുള്ള ക്രിസ്തു ജീവിതത്തിന്റെ ശൈലി. ഞങ്ങൾ കാണുന്നത് നിന്റെ ശൈലികളാണ് ഓരോ വചനത്തിലും. നീ ജീവിതം കൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കുന്നതാണ് തിരുവചനങ്ങൾ ഞങ്ങൾ കേൾക്കുക. ചെവി തുറന്ന് ദൈവത്തെ കേട്ടൊരാൾ, നാവിന്റെ കെട്ടഴിഞ്ഞ് കാലഘട്ടത്തോട് ദൈവീകതകൾ പങ്കുവെച്ചൊരാൾ, ജീവിതത്തിന്റെ ഓരോ തിരുനടയിലും സ്ഫുടമായി ജീവിതത്തെ അവതരിപ്പിച്ചൊരാൾ, നിന്നെ നോക്കി ഞങ്ങൾ വിസ്മയിക്കുമ്പോൾ പൊന്നു തമ്പുരാനെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാ, നിന്റെ ആ വ്യക്തതയുള്ള ജീവിതം ഞങ്ങളിലേക്ക് തരണമേ. കരങ്ങളൊന്ന് നമുക്ക് ഉയർത്തിപ്പിടിക്കാം, വിശുദ്ധ കുർബാനയിലേക്ക് നോക്കി നിൽക്കാം. കർത്താവെ, നിന്റെ ശൈലി ഞങ്ങൾക്ക് തരണമേ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. ക്ലേശങ്ങൾ സഹിച്ചു ഞാൻ തളർന്നിടുമ്പോ, കോപത്താൽ എന്നുള്ളം തിളച്ചിടുമ്പോ, ക്ലേശങ്ങൾ സഹിച്ചു ഞാൻ തളർന്നിടുമ്പോ, കോപത്താൽ എന്നുള്ളം തിളച്ചിടുമ്പോ, കരുണാസ്പർശം നീകിടണേ, സൗഖ്യം തരണേ, അലിവൊഴുകിടുവാ. കരുണാസ്പർശം നീകിടണേ, സൗഖ്യം തരണേ, അലിവൊഴുകിടുവാ. ക്ഷമാശീലനാമേശുവേ, ക്ഷമാശീലനാമേ യേശുവേ, ശാന്തശീലനാം ശാന്തശീലനാമേ യേശുവേ, ക്ഷമാശീലനാം ക്ഷമാശീലനാമേ യേശുവേ, ശാന്തശീലനാം ശാന്തശീലനാമേ യേശുവേ, കഠിനമാമെൻ ഹൃദയം കഠിനമാം എൻ ഹൃദയം തവ ഹൃദയം പോലെയാക്കണേ. ക്ഷമാശീലനാമേശു, ക്ഷമാശീലനാമേ യേശുവേ, ശാന്തശീലനാം ശാന്തശീലനാമേ യേശുവേ. കൈകൾ ഹൃദയത്തോട് ചേർക്കാം. ജീവിതത്തിൻ്റെ സൗഖ്യമെന്ന് പറയുന്നത് വ്യക്തതയും കൃത്യതയുമുള്ളൊരു ജീവിതമാണെന്ന്
നമ്മൾ വ്യാഖ്യാനിച്ച തിരുവചനത്തിൻ്റെ വഴികളിലൂടെയുള്ള സഞ്ചാരത്തിൽ നമ്മൾ തിരിച്ചറിയുകയായിരുന്നു. ജീവിതത്തിൽ ക്രിസ്തു സൂക്ഷിച്ച ആ ദൈവീകമായ നടപടികൾ നമ്മളിലേക്കും സുവിശേഷത്തിലൂടെ അവൻ പകരുകയാണ്. കാലിത്തൊഴുത്തു മുതൽ കാൽവരിയോളം ഈശോ സൂക്ഷിച്ച വ്യക്തതയും കൃത്യതയുമുള്ളൊരു യാത്ര. അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ ഈ ഒരു യാത്രയുണ്ടാകുവാൻ അവൻ ആഗ്രഹിക്കുമ്പോൾ അവരോട് പറയുന്നുണ്ട്, ശക്തി ധരിക്കുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുക, നിങ്ങളുടെ യാത്രയ്ക്ക് ദിശാബോധമുണ്ടാകും. നല്ല ദൈവമേ, ഞങ്ങളീ ആരാധനയുടെ സമാപനങ്ങളിൽ നിൽക്കുമ്പോൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നിന്റെ റൂഹായി അയക്കണമെന്നാണ്. ഞങ്ങൾ വായിക്കുന്നു സുവിശേഷങ്ങളിൽ ദുഃഖവെള്ളിയെക്കുറിച്ച്. ഈശോ ഇല്ലാതെ പോയ, അപ്പസ്തോലന്മാരുടെ ഉള്ളിൽ ഈശോ നഷ്ടപ്പെട്ടു പോയ ഒരു ദിവസത്തിൻ്റെ പേരാണ് ദുഃഖവെള്ളി. എന്നാൽ പെന്തക്കുസ്തായുടെ അനുഭവങ്ങൾക്ക് ശേഷം വരുന്ന വെള്ളിയാഴ്ചയെ നമ്മൾ സ്വർണവെള്ളി എന്നുള്ള ഒരു പേരിലാണ് വിളിക്കുക. പ്രാർത്ഥനയ്ക്കു വേണ്ടി ജെറൂസലേം ദേവാലയത്തിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ മുമ്പിൽ യാചക രൂപത്തിൽ നിൽക്കുന്ന ഒരാൾ പത്രോസ് ലീഗ അയാളോട് പറയുന്നുണ്ട്, സ്വർണമോ വെള്ളിയോ ഇല്ല, പക്ഷെ ഞങ്ങൾക്കൊന്ന് ഉണ്ട് തരാൻ, യേശുവിനെ, ക്രിസ്തുവിനെ. ദുഃഖവെള്ളിയിൽ ക്രിസ്തുവില്ല, സ്വർണവെള്ളിയിൽ ക്രിസ്തുവേ ഉള്ളൂ. അവര് റൂഹായാൽ നിറയപ്പെട്ടപ്പോൾ ക്രിസ്തുവിൻ്റെ ജീവിത ദർശനം വ്യക്തതയും കൃത്യതയും സ്ഫുടതയുമുള്ള ഒരു ക്രിസ്തു ദർശനത്തിൽ വരികയാണ്. നമുക്കും പ്രാർത്ഥിക്കാം, ദുഃഖവെള്ളിയിൽ നിന്നും ഞങ്ങളെ സ്വർണവെള്ളിയിലേക്ക് ഉയർത്തണമേ എന്ന്. അവരുടെ നിഴലുകൾ വീണ ഇടങ്ങളിൽ പോലും സൗഖ്യത്തിൻ്റെ അനുഭവമുണ്ടെന്ന് അപ്പസ്തോല നടപടിക്രമങ്ങളിൽ വായിക്കുന്നു. പേടിച്ച് മുറിക്കുള്ളിൽ അവ്യക്തതയുടെ സങ്കടങ്ങളിലും നൈരാശ്യത്തിലുമായ അപ്പസ്തോലന്മാരുടെ ഹൃദയം പരിശുദ്ധ റൂഹായാൽ നിറയപ്പെടുമ്പോൾ അവര് വ്യക്തതയുള്ളവരായി, കൃത്യതയുള്ളവരായി, അവരുടെ ഭാഷ എല്ലാ ഭാഷക്കാർക്കും മനസ്സിലായി. നമുക്കും മുട്ടുകുത്തി നിന്നുകൊണ്ട് ഈശോയോട് പറയാം, ഞങ്ങൾക്ക് നൽകണം ആ സൗഖ്യത്തിൻ്റെയും വ്യക്തതയുടെയും ദർശനങ്ങളുടെ പരിശുദ്ധ റൂഹാനുഭവത്തെ. നമുക്ക് കുർബാനയിലേക്ക് നോക്കി കരങ്ങൾ കൂപ്പി ഒരുമിച്ച് പാടാം. പാവനാത്മാ പറന്നിറങ്ങണേ, നിന്റെ ശക്തി ഞങ്ങളുടെ ഉള്ളിൽ എന്നും നിറയ്ക്കണമേ. പാടാം, പ്രാർത്ഥിക്കാം. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണമേ. ഓ സ്വർഗശക്തിയെ ശക്തി എന്നിലേകണേ, ഓ സ്വർഗശക്തിയെ ശക്തി എന്നിലേകണേ. ദൈവസ്തുതി പാടുവാൻ ദൈവസ്നേഹം നൽകണമേ, ദൈവസ്തുതി പാടുവാൻ എന്നിൽ സ്നേഹം നൽകണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, നിൻ
വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണമേ. ഓ ഞങ്ങളെ ആശീർവദിക്കണമേ ഈശോയെ. ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധ കുർബാനയാൽ പൊതിയണമേ. കുർബാന എന്ന ഈ അഗ്നി ഞങ്ങളെ വിമലീകരിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ ഈ സ്നേഹത്തിൽ സ്നാനപ്പെടട്ടെ. നമുക്ക് വിശുദ്ധ ആശീർവാദത്തിനായിട്ടൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ, അങ്ങേ ആത്മാവിനെ അയക്കേണമേ. രോഗബന്ധനത്താൽ കഴിയുന്ന ഞങ്ങളിൽ സൗഖ്യം നൽകി അനുഗ്രഹിക്കേണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. യേശുവേ, യേശുവേ നന്ദി. നിനക്കായി മുറിഞ്ഞവൻ ഞാൻ, നിനക്കായി തകർന്നവൻ ഞാൻ, നിനക്കായി രക്തം ചിന്തിയോ ഞാൻ, നിനക്കായി മരണം വരിച്ചുവോ ഞാൻ. യേശുവേ, ആരാധന. യേശുവേ, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.